ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 21 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: MBBS BDS അലോട്ട്മെന്റ് നടപടികൾ ഇന്നു മുതൽ. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നേഴ്സിംഗ് അലോട്ട്മെന്റ് പുനഃപ്രസിദ്ധീകരിച്ചു. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള പ്രധാന വാർത്ത മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുകയാണ്. MBBS BDS അലോട്ട്മെന്റ് നടപടി ഇന്നു മുതൽ. കീം 2024 MBBS BDS കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റ് നടപടികൾ ഇന്ന് ആരംഭിക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും നീറ്റ് UG 2024 മാനദണ്ഡ പ്രകാരം MBBS BDS കോഴ്സുകളിൽ പ്രവേശനത്തിന് യോഗ്യരുമായ വിദ്യാർത്ഥികൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 26-ന് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. 27-ന് താൽക്കാലിക പട്ടികയും 29-ന് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും. മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു: എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റും www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പേര്, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് പുതുതായി അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഇന്നു മുതൽ 27-ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരമോ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ഫീസ് ഒടുക്കിയതിനു ശേഷം 27-ന് വൈകിട്ട് 3 മണിക്ക് മുമ്പായി പ്രവേശനം നേടണമെന്നും അറിയിച്ചിരിക്കുന്നു. ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഇന്നു മുതൽ 24-ന് 2 മണിക്ക് മുമ്പായി ഓൺലൈനായോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടച്ചതിന് ശേഷം 24-ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ പ്രവേശനം നേടണം. പോസ്റ്റ് ഓഫീസുകളുടെ, അതായത് ഫീസ് അടയ്ക്കാൻ പറ്റിയ ഹെഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു: നേഴ്സിംഗ് അലോട്ട്മെന്റ് പുനഃപ്രസിദ്ധീകരിച്ചു. 50% മാനേജ്മെന്റ് കോട്ട ആവശ്യപ്പെട്ട CPASനെ ഒഴിവാക്കി പുതിയ പട്ടിക. സർക്കാർ നിയന്ത്രിത സ്വാശ്രയ നഴ്സിംഗ് കോളേജ് പ്രവേശനത്തിലെ അവ്യക്തത കാരണം ഒന്നാം ഘട്ട നഴ്സിംഗ് പാരാമെഡിക്കൽ അലോട്ട്മെന്റ് പുനഃപ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ നിർവഹിക്കുന്ന LBS സെന്ററാണ് പട്ടികയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വാശ്രയ നഴ്സിംഗ് മാനേജ്മെന്റ് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അതായത് CPASന്റെ 8 കോളേജുകളിലായി 280 സീറ്റുകളാണ് നിലവിലുള്ളത്. അതിൽ 50% സീറ്റ് മാനേജ്മെന്റ് കോട്ടയിലെ ആക്കണമെന്നും ഈ സീറ്റിൽ മാനേജ്മെന്റ് നേരിട്ട് പ്രവേശനം നടത്തണമെന്നാണ് തീരുമാനം. ഇത് അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നതോടെ LBS 50% സീറ്റുകൾ മാറ്റിവെച്ച ശേഷം അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കി. എന്നാൽ പകുതി സീറ്റ് മാത്രം മാറ്റിയാൽ റാങ്ക് നിർണയത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ അവസാന ഘട്ടത്തിൽ CPAS കോളേജുകളുടെ സീറ്റ് മുഴുവൻ ഒഴിവാക്കി പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച ഈ പുതിയ പട്ടിക അനുസരിച്ച് അലോട്ട്മെന്റ് ലഭിച്ചവർ 22-നകം, അതായത് നാളെയാണ് 22-ാം തീയതി, അതിനകം ഫീസ് അടയ്ക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അലോട്ട്മെന്റ് ലഭിച്ച ഫീസ് അടച്ചവർ അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെന്റുകൾക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ അവ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യണം. രണ്ടാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം 22-ന് വൈകിട്ട് 5 വരെയാണ് സമയം. മറ്റൊരു വാർത്ത പറയുന്നു: NRI സീറ്റ് സർക്കാരിന് കൈമാറിയ വിധിക്ക് സ്റ്റേ. കർണാടകത്തിലെ 17 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെന്റ് NRI കോട്ടയിലെ 212 MBBS സീറ്റുകൾ സർക്കാർ കോട്ടയിലേക്ക് കൈമാറണമെന്ന് കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.